ശ്രീ അരുൺകുമാർ, ഒയാസിസ് കമ്പനി ഈ വാട്ടർ അതോറിറ്റിക്ക് നൽകിയ ഒരു അപേക്ഷയുടെ പകർപ്പാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത്. അതിനകത്ത് പറയുന്നത് സംസ്ഥാന സർക്കാർ ക്ഷണിച്ചത് പ്രകാരമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയ പ്ലാന്റ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നാണ്. അത് ശരിയാണോ? ഒയാസിസ് കമ്പനി കള്ളം പറഞ്ഞതാണോ? സംസ്ഥാന സർക്കാർ കള്ളം പറയുന്നതാണോ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ആദ്യം മദ്യനയത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് പറഞ്ഞതാണ് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളന പരമ്പരകൾക്ക് തുടക്കം കുറിച്ചത്. അതിനുശേഷം മദ്യനയം 2022 മാർച്ച് 31 പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയതെന്ന് പറഞ്ഞപ്പോ ആ വാദം അദ്ദേഹം പിൻവലിച്ചു. രണ്ടാമത് വാദം അദ്ദേഹം മുന്നോട്ട് വെച്ചത് ടെൻഡർ ഇല്ലാതെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എന്നതാണ്. ഇത്തരത്തിലൊരു സംരംഭം ആരംഭിക്കാൻ ഒരു സംരംഭകൻ വന്നാൽ ടെൻഡർ വേണ്ട. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു ടെൻഡർ ഒരു ഘട്ടത്തിലും വിളിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ബോധ്യപ്പെടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ വ്യക്തമാകുന്ന ചോദ്യം, ഇതിൽ ഒടുവിൽ ഒയാസിസ് എന്ന പേരിലേക്ക് മാത്രം എങ്ങനെ കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ്. അത് CPM-ന്റെ കൂടെയുള്ള ഘടകകക്ഷികൾക്ക് പോലും ഇപ്പോഴുള്ള ചോദ്യവുമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യവും നേരത്തെ പറഞ്ഞതാണ്, ഒയാസിസ് കമ്പനി ഇങ്ങോട്ട് അപേക്ഷിച്ചതാണോ സംസ്ഥാന സർക്കാർ ക്ഷണിച്ചതാണോ? ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. ഒയാസിസ് കമ്പനി കൃത്യമായി അപേക്ഷ ഒരു പുതിയ സംരംഭകൻ എന്ന രൂപത്തിൽ ഒരു സംരംഭം ആരംഭിക്കാൻ വേണ്ടി ഗവൺമെന്റിനെ സമീപിച്ചതാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കുറെ പ്രശ്നങ്ങൾ അവസാനിക്കില്ലേ? എപ്പോഴാണ് ഒയാസിസ് കമ്പനി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചത്? അല്ല, ഞാൻ പറയാലോ, ഇങ്ങോട്ട് ഞാൻ കൃത്യമായിട്ട് പറയാം. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഒരു കത്ത് പുറത്തുവിടുന്നു. ആ കത്ത് എന്താ? ഒയാസിസ് കമ്പനി വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്താണ്. ആ കത്തിന്റെ ആദ്യ ഭാഗം ആസ് പെർ ദി ഡയറക്ഷൻ ഓഫ് ദി നീതി ആയോഗ് ആൻഡ് എന്നതാണ്. നീതി ആയോഗിന്റെ ഡയറക്ഷനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഊന്നുന്നില്ല. അസന്നിഗ്ധമായി പറയുന്നു, ഗവൺമെന്റ് ഒരു കമ്പനിയെയും അങ്ങോട്ട് ക്ഷണിച്ചിട്ടല്ല. ഇവിടെ കിട്ടിയ ആപ്ലിക്കേഷൻ കൃത്യമായി അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഇൻവിറ്റേഷൻ പ്രകാരമാണ് ഞങ്ങൾ ഈ വൻ പ്ലാന്റുമായി വരുന്നത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒയാസിസ് കമ്പനി കള്ളം പറയുന്നവരാണോ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഇവിടെ പ്രതിപക്ഷ നേതാവിന് ഇത്രയും കത്ത് പുറത്തുവിടാൻ ശേഷിയുള്ള ആളാണെങ്കിൽ അദ്ദേഹം പുറത്തുവിടേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത ഇൻവിറ്റേഷൻ അല്ലേ പുറത്തുവിടേണ്ടത്? ആസ് പെർ ദി ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞ് അത് റഫർ ചെയ്ത് കൊടുക്കുന്ന കത്താണോ ഹാജരാക്കേണ്ടത്? കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കമ്പനിക്ക് വേണ്ടി ഇപ്പോൾ വാദിക്കുന്ന ആരാണ്? നമുക്കറിയാവുന്ന ആരൊക്കെയാണ്? നമ്മുടെ എക്സൈസ് മന്ത്രി, നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി, ഇത്രയും ആളുകളാണ് ഇതുവരെ ഈ കമ്പനിക്ക് വേണ്ടി സംസാരിക്കുകയും കമ്പനിക്ക് എല്ലാ തരത്തിലുള്ള വിശ്വാസ യോഗ്യതയും ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ പിന്നെ CPM-നോടല്ലേ ചോദിക്കാൻ പറ്റൂ? സർക്കാരിനോടല്ലേ ചോദിക്കാൻ പറ്റൂ? മാത്രമല്ല, നിങ്ങൾക്ക് അതിന് ഉത്തരവും അറിയാമായിരിക്കണം. വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് സർക്കാരിന്റെ സ്ഥാപനമാണ്. വാട്ടർ അതോറിറ്റിക്ക് നൽകി എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പുറത്തുവിട്ട കത്ത് പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ ഇൻവിറ്റേഷൻ അനുസരിച്ചാണ് ഞങ്ങൾ ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ശരിയല്ല. അസന്നിഗ്ധമായി താങ്കൾ പറഞ്ഞു ഇൻവൈറ്റ് ചെയ്തതല്ല, അവരിങ്ങോട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒയാസിസ് കമ്പനി കള്ളം പറഞ്ഞത്? വാട്ടർ അതോറിറ്റിയോട് കള്ളം പറഞ്ഞത്? എണീറ്റ് വരണ്ടേയിരുന്നു. അല്ല, ആ തരത്തിൽ നിങ്ങൾ ചിത്രീകരിക്കരുത്. ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM-ന്റെ പ്രതിനിധിയായിട്ടാണ്. CPM ആണ് കേരളത്തിലെ ഭരണകക്ഷി. കാരണം ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത് CPM ഉൾപ്പെടുന്ന LDF ആണ്. ആ ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ സാധൂകരിക്കാൻ വസ്തുതകൾ വച്ച് തന്നെയാണ് ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതൊരു കമ്പനിയുടെ റെപ്രസെന്റേറ്റീവായി ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 ചർച്ചയായി ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന ഒരു വാദമാണത്. ഏത് ചർച്ചയായാലും അവരുടെ PR ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ആരോപണം. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വാദം ഇപ്പോ ഷാനിയായിട്ട് കളഞ്ഞു. ചിരിക്കണം, എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. അപ്പോ ഏതായാലും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുന്നിലുള്ള കാര്യം എന്താണ്? നിങ്ങളുടെ മുന്നണിയിലുള്ള മറ്റ് കക്ഷികളുടെ തന്നെ കാര്യം എന്താണ്? അവരുടെയൊക്കെ മുന്നിൽ ഈ കമ്പനിക്ക് വേണ്ടിയുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, കമ്പനി നേരിടേണ്ട ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി പറയുന്നത് സർക്കാരും മന്ത്രിയുമാണ്. അപ്പോൾ പിന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരവും അറിയാമായിരിക്കുമല്ലോ. സർക്കാരിനും ഭരണകക്ഷിക്കും അറിയാമായിരിക്കുമല്ലോ, CPM-ന് അറിയാമായിരിക്കുമല്ലോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ സംസ്ഥാനത്തിന്റെ നിയമം, രാജ്യത്തിന്റെ നിയമപ്രകാരം ഈ 50 കോടി രൂപയിൽ കൂടുതൽ ഒരു നിക്ഷേപം ഇറക്കാൻ ഒരു നിക്ഷേപകൻ തയ്യാറായി വന്നാൽ കൃത്യമായി അദ്ദേഹത്തിന് പ്രാരംഭ അനുമതി കൊടുക്കും. 3 വർഷങ്ങൾക്കുള്ളിൽ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസുകൾ ഹാജരാക്കിയാൽ മതി. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ആ മന്ത്രിസഭയിൽ ഒരു തീരുമാനം വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഘടകകക്ഷി അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ മറച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഉത്തരം പറയാൻ വന്നിരിക്കുന്ന ആളല്ല ഞാൻ.
മന്ത്രിസഭ കൃത്യമായി 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂട്ടായിട്ടുള്ള തീരുമാനമെടുത്തത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചില ഘടകകക്ഷികൾ ചില സംശയം ഉന്നയിച്ചിട്ടുണ്ട്, അത് പരിഹരിച്ചിട്ടുണ്ട്, കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും സംശയം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് മാത്രമാണ്. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച എല്ലാ സംശയങ്ങളും ഒറ്റ ദിവസം കൊണ്ട് ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയി. കേരളത്തിന്റെ പൊതുസമൂഹത്തിലില്ല, ജനങ്ങളുടെ മനസ്സിലുമില്ല. ഞാൻ ചോദിക്കുന്നത് ഒയാസിസ് കമ്പനി ഈ പദ്ധതിയുമായി എപ്പോഴാണ് ആദ്യമായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുന്നത് എന്നാണ്. ഒയാസിസ് കമ്പനി സമീപിച്ചത് 14 മാസത്തെ വേരിഫിക്കേഷന് ശേഷം 16/1/2025 അനുമതി പത്രം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വേരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം 14 മാസം എടുത്തു എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായി പുറകിലേക്ക് സർക്കാരിന്റെ അനുമതി എന്നാണ് കിട്ടിയെന്ന് നമുക്കറിയാം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ഞാൻ ചോദിച്ചത് ഒയാസിസ് കമ്പനി എന്നാണ് ആദ്യമായി ഈ പ്രോജക്റ്റുമായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുന്നത്. അല്ല, അത് കൃത്യമായി മന്ത്രി തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. 14 മാസത്തെ വേരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് 16/1/2025 അനുമതി കൊടുത്തതെന്ന് പറയുമ്പോൾ ആ 14 മാസം പുറകിലേക്ക് കണക്ക് കൂട്ടിയാൽ അങ്ങേക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അന്ന് മന്ത്രി തന്നെയായി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ആദ്യത്തെ അപേക്ഷ കിട്ടിയത് 30/11/2023 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് താങ്കൾ പറയുന്ന കറക്റ്റ് 14 മാസം മുൻപ് എന്ന് വെച്ചാൽ ആദ്യമായി ഒയാസിസ് കമ്പനി സർക്കാരിനടുത്തേക്ക് വരുന്നത് ഈ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് നൽകിയ അപേക്ഷയിലൂടെയാണോ? അതിനു മുൻപ് ഈ പദ്ധതിയെ കുറിച്ച് സംസ്ഥാന സർക്കാരിനോ എക്സൈസ് വകുപ്പിനോ CPM-നോ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമായിരുന്നോ? അതോ ആദ്യമായി വരുന്നത് ഈ നവംബർ 30-നാണ്? അല്ലല്ല, ഏകജാലകം വഴിയാണ് ഒരു സംരംഭം ആരംഭിക്കാനുള്ള അപേക്ഷ കൊടുക്കേണ്ടത്. എക്സൈസ് ഓഫീസർ വഴി കൊടുത്ത പരാതി 30/11/2023 എന്ന് മന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കി. ആ ഡിപ്പാർട്ട്മെന്റ് 14 മാസം അതിൽ വെരിഫിക്കേഷനും പരിശോധനയും നടത്തി. സർക്കാരിനെ സമീപിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ഏകജാലകത്തിൽ എപ്പോഴാണ് അപേക്ഷ വരുന്നത്? അല്ല, അത് പരിശോധിക്കണം. ആ അപേക്ഷയുടെ കോപ്പി ഒന്നും ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാനത് പരിശോധിച്ചിട്ട് പറയാം. മദ്യനയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഈ കമ്പനിക്ക് വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുമ്പോൾ ഒയാസിസ് കമ്പനി വന്നത് മദ്യനയം മാറ്റിയ ശേഷമാണ് എന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വാദിക്കാവുന്നതല്ലേ ആ തീയതിയും കൊണ്ട്? എപ്പോഴാണ് ഏകജാലക സംവിധാനത്തിലൂടെ ഒയാസിസ് കമ്പനി വന്നത്? ആദ്യമായി ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ആലോചന സർക്കാരുമായി നടക്കുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇതൊരു നടത്തു പോണ മാതിരില്ല. അല്ല, അതിലെ ഇപ്പൊ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഞാൻ പറഞ്ഞല്ലോ 5 തവണ ഗോൾ പോസ്റ്റ് മാറ്റി എന്ന് പറഞ്ഞല്ലോ. ഈ 6ാമത് തവണ മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം അത്ര ശ്രമിക്കുമ്പോൾ ഈ അപേക്ഷ എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അപേക്ഷ അദ്ദേഹം ഹാജരാക്കിയാ പോരെ? നിങ്ങളല്ലേ ഭരണകക്ഷി ശ്രീ അരുൺകുമാർ, നിങ്ങളല്ലേ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. അപ്പോൾ എത്ര എളുപ്പമാണ്, എപ്പോഴാണ് ഒയാസിസ് കമ്പനി ആദ്യമായി ഈ അപേക്ഷയുമായി അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുമായി ഈ പദ്ധതിയുമായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുന്നത്? ഒറ്റ കാര്യമാണ്, 2022 മാർച്ച് 31 മദ്യനയം പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നന്ന രൂപത്തിൽ മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോവുകയാണെന്ന് ആധികാരികമായി നിയമസഭയുടെ മേശപ്പുറത്ത് വച്ച് അത് പൊതുസമൂഹത്തിൽ ചർച്ചയായതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റിനെ സമീപിച്ചത്. മദ്യനയം ഇറങ്ങിയതിനു ശേഷമാണ് എന്ന് കുറെ ദിവസമായി ആവർത്തിച്ച് പറയുന്നത്. ഇനി വരേണ്ടത് ആ തീയതിയാണ്. ഔദ്യോഗികമായ കമ്മ്യൂണിക്കേഷൻ അല്ലേ, അതിനൊരു തീയതി ഉണ്ടാവില്ലേ? ഇവൻ എന്നെ കൊണ്ട് പോകുന്ന തോന്നുന്നു. അല്ല, അത് എക്സൈസ് കമ്മീഷണർക്ക് കിട്ടിയ അപേക്ഷ 30/11/2023 നിയമപരമായിട്ടുള്ള എല്ലാ പ്രോസസ്സിംഗും പൂർത്തീകരിക്കുന്നു. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ലാൻഡ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം അവർ അപേക്ഷ കൊടുക്കുന്നത് ഏകജാലകം മറ്റു വഴിയാണ്. നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള തർക്ക വിഷയം എന്താണ്? മദ്യനയം വന്നതിന് ശേഷമാണോ ഒയാസിസ് കമ്പനി വന്നത്, അതോ മദ്യനയം ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മാറ്റിയതാണോ എന്നാണ്. അപ്പോൾ ഒയാസിസ് കമ്പനി എപ്പോഴാണ് ആദ്യമായി സർക്കാരിനെ ഈ പ്രോജക്റ്റുമായി സമീപിക്കുന്നത് എന്ന തീയതി താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ എക്സൈസ് കമ്മീഷണർക്ക് നൽകിയ അപേക്ഷയൊന്നുമല്ല, അതിനേക്കാൾ പ്രധാനമായി ഏകജാലക സംവിധാനം വഴി ഒയാസിസ് കമ്പനി ആദ്യമായി എപ്പോഴാണ് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചതെന്ന തീയതി പുറത്തു വരുന്നതോടുകൂടി പ്രശ്നം തീർന്നു. ഒരു തരത്തിലും ഒരു നിയമവിരുദ്ധമായിട്ട് ഒരു പ്രവൃത്തിയും ഗവൺമെന്റ് ചെയ്തിട്ടില്ല. അത് എക്സൈസ് മന്ത്രി തന്നെ ആധികാരികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ആധികാരികം എന്ന് പറയുമ്പോൾ നമുക്ക് തീയതി വേണം. ഇപ്പോൾ എക്സൈസ് മന്ത്രി കഴിഞ്ഞ ആഴ്ച നമ്മളോട് പറഞ്ഞത് ഈ 2023 നവംബർ 30 ആദ്യത്തെ അപേക്ഷ എക്സൈസ് വകുപ്പിന് ലഭിക്കുന്നതെന്നാണല്ലോ. പക്ഷെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട രേഖകൾ പ്രകാരം അതിനും കൃത്യം 5 മാസം മുൻപ് ജൂൺ 16 വാട്ടർ അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയാണ് ഇന്ന് പുറത്തു വന്നത്.
അതായത് വകുപ്പിന് അപേക്ഷ നൽകുന്നതിനും 5 മാസം മുൻപ് വാട്ടർ അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ ഒയാസിസ് കമ്പനി പറയുന്നത് സംസ്ഥാന സർക്കാർ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് പ്രകാരമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു 600-650 കോടിയുടെ വമ്പൻ പ്ലാന്റുമായി ഇവിടെ വരാൻ പോകുന്നത് എന്നാണ്. അതെങ്ങനെ സംഭവിച്ചു? അല്ല, ഇതിലിപ്പോ 5 ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് 5 ദിവസം വന്നു, പത്രസമ്മേളനം നടത്തി. മനോരമ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഈ 5 ദിവസവും ചാനൽ ചർച്ചയും സംഘടിപ്പിച്ചു, മറ്റു പല ചാനലുകളും ചർച്ച സംഘടിപ്പിച്ചു. ഇതിൽ ഏതെങ്കിലും ഒരു ആരോപണം പിറ്റേ ദിവസത്തേക്ക് പോയില്ലല്ലോ. അത് ഈ ആരോപണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സിപിഎമ്മിന്. ടെൻഡറിന്റെ കാര്യത്തിലായാലും ഇന്നത്തെ ആരോപണത്തിന് നിങ്ങൾക്ക് മറുപടി പോലുമില്ല. അല്ല, നിങ്ങൾക്ക് അറിയില്ല വാട്ടർ അതോറിറ്റിയെ അങ്ങനെ കബളിപ്പിച്ചിട്ടുണ്ടോ, ഇൻവൈറ്റ് ചെയ്തു എന്ന് ഒയാസിസ് കള്ളം പറഞ്ഞോ എന്ന് നിങ്ങൾക്ക് അറിയ പോലുമില്ല. പിന്നെ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പൊളിഞ്ഞു എന്ന് പറയാ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഷാനി, അതിലൊറ്റ കാര്യം, ഇപ്പൊ നീതി ആയോഗ്, ആസ് പെർ ദി ഡയറക്ഷൻ ഓഫ് ദി നീതി ആയോഗ് എന്നതാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ വാചകം. ആൻഡ് ഇൻവിറ്റേഷൻ ഫ്രം ദി ഗവൺമെന്റ്. ഇപ്പൊ നീതി ആയോഗിന്റെ ഒരു ഡയറക്ഷൻ ഒയാസിസിന് കിട്ടുകയോ മറ്റ് കമ്പനികൾക്ക് കിട്ടുകയോ ഇത്തരം സംരംഭങ്ങൾ നടത്തുന്നവർക്ക് കിട്ടുകയോ അത് കോപ്പി ഗവൺമെന്റിന് കിട്ടും. ഗവൺമെന്റ് ഇപ്പൊ ഇൻവൈറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താല്പര്യമുള്ള കമ്പനികളെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയോ ഒരു കത്ത് കൊടുക്കുകയോ ചെയ്തു എന്നിരിക്കട്ടെ, അതിലെന്താണ് തെറ്റ്? നിങ്ങൾ വലിയ അപരാധം പ്രതിപക്ഷ നേതാവ് പറയുന്ന നീ എന്തിനാണ് പറയാൻ പോയത്? ഇപ്പൊ വേൾഡ് ട്രേഡ് സെന്റർ വരെ ഈ കേരളത്തിൽ സംരംഭം ആരംഭിക്കാൻ കഴിഞ്ഞ ആഴ്ച ആപ്ലിക്കേഷൻ തന്നു. TCC അടക്കം നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നു. ഓരോ ആഴ്ച നമ്മുടെ വ്യവസായ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും പത്രസമ്മേളനവും എല്ലാം കണ്ടാൽ മനസ്സിലാവും ഏതൊക്കെ വമ്പൻ കമ്പനികളാണ് ഈ കേരളത്തെ തേടി വരുന്നതെന്ന്. അങ്ങനെ ഒരു അപേക്ഷ വന്നാൽ പരിശോധിച്ചാൽ അപ്പൊ ഇൻവൈറ്റ് ചെയ്യും. എന്താ ഈ ഇൻവിറ്റേഷൻ എന്നുള്ളതിന്റെ അർത്ഥം? സ്വാഗതം ചെയ്യുന്നു എന്നല്ലേ? ഇത് ഇൻവിറ്റേഷൻ നിങ്ങൾക്കത് നടന്നിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരില്ലേ ശ്രീ അരുൺകുമാർ? പിന്നെ ഞങ്ങൾ അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് താങ്കൾ ഊന്നി പറയുന്നത് എന്തിനാണ്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അല്ല, തെറ്റും കളവും പറയാൻ പറ്റുമോ? ഞാൻ പ്രതിപക്ഷ നേതാവ് അല്ലല്ലോ, ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലല്ലോ. പക്ഷേ താങ്കൾക്ക് സത്യം അറിയില്ലല്ലോ. എന്റെ മുന്നിലുള്ള വസ്തുതകൾ അനുസരിച്ചേ പറയാൻ കഴിയൂ. ഞാൻ പറയുന്നു താങ്കൾക്ക് ഇതിലെ ഇൻവിറ്റേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് താങ്കൾക്കും വ്യക്തത ഇല്ലല്ലോ ഇപ്പോൾ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എത്രയോ ചർച്ചകൾ ഷാനിയും ഞാനും ഉൾപ്പെടെയുള്ളവർ ഇന്ന് ചർച്ചയിൽ വന്നിട്ട് CPM-ന്റെ ഇതേ പ്രതിനിധി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മദ്യനയം മാറി, ഒരു അപേക്ഷ വന്നു, ഞങ്ങൾ പരിഗണിച്ചു, എന്താ തെറ്റ്? അങ്ങനെയല്ലേ ചോദിച്ചത്? ഇത്രയും ദിവസം ചോദിച്ചുകൊണ്ടിരുന്നതല്ലേ? എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയത്. ഇപ്പോ എന്താ പറയുന്നത്? നീതി ആയോഗ് റെക്കമെൻഡ് ചെയ്തിരുന്നു, അതിന്റെ പേരിൽ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തെങ്കിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കേണ്ട ഗതികേടിലേക്ക് CPM എത്തിയതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അവമാനിക്കരുത്. ആരാ കള്ളം പറഞ്ഞിട്ടുള്ളത്? ആരാ ഈ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഞങ്ങൾ ഒരു ഗോൾ പോസ്റ്റും മാറ്റിയിട്ടില്ല. നിങ്ങളുടെ മുഖ്യമന്ത്രിയും നിങ്ങളുടെ എക്സൈസ് മന്ത്രിയും നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയും മാത്രമേ ഇത്തരം കാര്യങ്ങൾ മാറി പോയിട്ടുള്ളൂ. ഇവിടെ പിന്നെ അനിൽകുമാർ പറയാ, ഞങ്ങൾ ഇപ്പോൾ ഈ കത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് രഹസ്യരേഖയല്ല, പബ്ലിക് ഡൊമൈനിൽ ഉള്ളത് തന്നെയാണ്. ഞങ്ങൾ ഈ കത്ത് പുറത്തു വിട്ടപ്പോൾ പറയാണ് ഇതിന്റെ ഇൻവിറ്റേഷനോട് നിങ്ങൾ പുറത്തു വിടണം. ലേശം ഉളുപ്പ് വേണ്ടേ? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. താങ്കൾ പറഞ്ഞല്ലോ ഒരു വാക്ക്, കേരളത്തെ പൊതുസമൂഹത്തിനും മനസാക്ഷിക്കും ഒക്കെ അറിയാവുന്ന, മനസാക്ഷിക്കും കേരള പൊതുസമൂഹത്തിനും അറിയാം ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയാണ് എന്ന്. നിങ്ങളെ സംബന്ധിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഈ കമ്പനി സംസ്ഥാന സർക്കാരിനോട് പരസ്യമായി രേഖാമൂലം ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റിക്ക് അപേക്ഷ നൽകുമ്പോ എന്താ നിങ്ങൾ മിണ്ടാത്തത്? നിങ്ങൾ ക്ഷണിച്ചിരുന്നോ? ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയുന്നല്ലോ. എന്താ ഉറക്കം വരുന്നു? ക്ഷണിച്ചെങ്കിൽ എന്ത്? ക്ഷണിച്ചിട്ടില്ല, ക്ഷണിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ക്ഷണിച്ചിരിക്കാം, ക്ഷണിച്ചേക്കാം. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇത്രയും ദിവസം അങ്ങനെ അല്ലായിരുന്നല്ലോ നിങ്ങളുടെ ആർജവം ഇത്തരം കാര്യങ്ങളിലെങ്കിലും. ഞങ്ങളുടെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ വന്നു, അവർ മാത്രമേ വന്നുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു എന്നായിരുന്നില്ലേ? ഇപ്പൊ എന്താ നിങ്ങൾ മുട്ടിടിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഒയാസിസ് എന്ന കമ്പനിയെ മാത്രം ഇൻവൈറ്റ് ചെയ്യുന്നത്? ഇത്രയും ദിവസം അവർ പറഞ്ഞുകൊണ്ടിരുന്ന നേരെ ഘടകവിരുദ്ധമായിട്ടല്ലേ സംസാരിക്കുന്നത്? ഏത് കമ്പനി വന്നാലും ഞങ്ങൾ കൊടുക്കും, ഞങ്ങൾക്ക് ഒരു അപേക്ഷയെ കിട്ടിയിട്ടുള്ളൂ എന്നല്ലേ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്നത് ഷാനി? പിന്നെ എങ്ങനെയാണ് ഒരു കമ്പനി അവർ ഇൻവൈറ്റ് ചെയ്യുന്നത്? ഓൺ വാട്ട് ബേസിസ് പറയണ്ടേ? അപ്പോ ഒയാസിസ് കമ്പനിയെ തെരഞ്ഞെടുത്തതിന് ശേഷം അതിനനുസരിച്ച് മദ്യനയം ഉണ്ടാക്കുന്നു, അതിനനുസരിച്ച് അപേക്ഷകൾ ക്ഷണിക്കുന്നു, അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
അപ്പോ നിങ്ങൾ അടിമുടി ഇതിനകത്ത് അഴിമതിയാണ്. 100% ഞാൻ യോജിക്കുന്നു. ഇന്നൊക്കെ പിന്നെ അരുൺകുമാറൊക്കെ ഈ ചർച്ചയിൽ വന്നിരുന്ന് എന്തുമാത്രം ഡിഫൻസിലാകുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതല്ലോ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.